ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനാമിക, അനന്യ സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഫുട്ബോൾ മിശിഹയെ വരവേൽക്കാൻ കേരളം. സർക്കാർ അനുമതിക്ക് വിട്ട ആശുപത്രി വികസന സമിതി. യുക്രൈൻ ചോര പുരണ്ട 1000 നാളുകൾ. മസ്കിന്റെ റോക്കറ്റിൽ ഇന്ത്യൻ ജിസാറ്റ് ഭ്രമണപഥത്തിൽ. ശബരിമല പോസ്റ്റ് ഓഫീസിന് 61 വയസ്സ്. വീണ്ടും കുരുക്ക്. ഹാപ്പി ബർത്ത്ഡേ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഫുട്ബോൾ മിശിഹയെ വരവേൽക്കാൻ കേരളം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്ന് ഉറപ്പായതോടെ ആവേശത്തിലാണ് ആരാധക ലക്ഷങ്ങൾ. അടുത്ത വർഷം സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന വരുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ഔദ്യോഗികമായി അറിയിച്ചു. 2 മത്സരങ്ങൾ ഉണ്ടാകും. വേദി കൊച്ചിയാവാനാണ് സാധ്യത. തിരുവനന്തപുരത്തിനും പ്രതീക്ഷിക്കാം. ഖത്തർ, ജപ്പാൻ ടീമുകളുമായാണ് എതിരാളികളായി പരിഗണിക്കുന്നത്. സർക്കാർ അനുമതിക്ക് വിട്ട ആശുപത്രി വികസന സമിതി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനം സർക്കാർ അനുമതിക്ക് വിട്ട് ആശുപത്രി വികസന സമിതി. ആരോഗ്യ വകുപ്പാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തേണ്ടത്. കഴിഞ്ഞ ദിവസം ചേർന്ന HDS യോഗത്തിലാണ് OP ടിക്കറ്റിന് ഫീസ് വാങ്ങാൻ തീരുമാനിച്ചത്. യോഗം അംഗീകാരം നൽകിയതിന് പിന്നാലെയായിരുന്നു സർക്കാരിൻ്റെ അനുമതി തേടിയത്. അംഗീകാരം ലഭിച്ച ആശുപത്രി OP ടിക്കറ്റിന് 10 രൂപ ഈടാക്കും. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. യുക്രൈൻ ചോര പുരണ്ട 1000 നാളുകൾ. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ സംഘർഷം. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് 1000 ദിനങ്ങൾ തികയുന്നു. 3ാം ലോക മഹായുദ്ധത്തിന് നാം സാക്ഷിയാകേണ്ടി വരുമോ എന്നാണ് നിലവിലെ ഭീതി. തങ്ങൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്കുള്ളിൽ പ്രയോഗിക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനിന് അനുമതി നൽകിയതാണ് കാരണം. ബൈഡന്റെ തീരുമാനത്തിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. സംഘർഷം ആളിക്കത്തിക്കുന്നതാണ് US നീക്കമെന്ന് റഷ്യ പ്രതികരിച്ചു. റഷ്യയ്ക്കുള്ളിൽ US ആയുധം നാശം വിതച്ചതിൽ ആണവായുധം കൊണ്ടായിരിക്കും മറുപടി. മസ്കിന്റെ റോക്കറ്റിൽ ഇന്ത്യൻ ജിസാറ്റ് ഭ്രമണപഥത്തിൽ. അമേരിക്കൻ ബഹിരാകാശ ഭീമൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ റോക്കറ്റിൽ ഇന്ത്യൻ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 വിക്ഷേപിച്ച ചരിത്രം കുറിച്ച് ISRO അമേരിക്കൻ റോക്കറ്റിൽ ഇന്ത്യൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആദ്യമാണ്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിലുള്ള സ്പേസ് കോംപ്ലക്സ് 40-ൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:01 നിക്ഷേപണം. 12:36 ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തി. ബാംഗ്ലൂരിലെ ISROയുടെ ബ്യാലാലുവിലെ ടെലിമെട്രി ആൻഡ് ട്രാക്കിംഗ് കമാൻഡ് നെറ്റ്വർക്ക് നിയന്ത്രണം ഏറ്റെടുത്തു. 4000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്നത്. GSLV Mark 3 റോക്കറ്റിന് അത്രയും ശേഷിയേയുള്ളൂ. കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റുകളിലാണ് വിക്ഷേപിക്കുന്നത്. ശബരിമല പോസ്റ്റ് ഓഫീസിന് 61 വയസ്സ്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി അപേക്ഷിച്ച 100 കണക്കിന് കത്തുകൾ. വിവാഹത്തിനും ഗൃഹപ്രവേശ ചടങ്ങിനും അയ്യനെ ക്ഷണിച്ച പത്രികകൾ. മണികണ്ഠന്റെ പേരിൽ മണി ഓർഡറുകൾ. ഇത് സന്നിധാനത്തെ ശബരിമല അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ് ഓഫീസ്. പ്രായം 61. കത്തയക്കേണ്ട വിലാസം സ്വാമി അയ്യപ്പൻ സന്നിധാനം PO ശബരിമല. അന്യസംസ്ഥാന ഭക്തരടക്കം സ്വന്തം വീട്ടിലേക്ക് ഇവിടെ കാർഡുകൾ വാങ്ങി അയക്കാറുണ്ട്. വീട്ടിൽ നിധി പോലെ സൂക്ഷിക്കാനാണിത്.
1974 18-ാം പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്ന ലോഹ സീൽ ലഭിച്ചത്. സീലിന്റെ സുവർണ ജൂബിലി വർഷം കൂടിയാണിത്. വീണ്ടും കുരുക്ക്. മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. തുടരന്വേഷണം ആവശ്യമില്ലെന്ന് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് ബെയ്ജു കുര്യൻ തോമസിന്റെ ഉത്തരവ്. ഭരണഘടനയോട് അനാദരവ് കാണിക്കുന്ന ലക്ഷ്യം സജി ചെറിയാനിലായിരുന്നുവെന്ന് കീഴ്വരപ്പ് പോലീസിന്റെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല കോടതി ഉത്തരവ്. ഹാപ്പി ബർത്ത്ഡേ. ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് ഇന്ന് മുതൽ പെർത്തിൽ രോഹിതിന് പകരം ഇന്ത്യയെ നയിക്കുന്നത് ജസ്പ്രീത് ബുംറ. ഒരുപക്ഷെ ആഷഫ് പരമ്പരയ്ക്ക് ഒരുപടി മുകളിൽ നിൽക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് യുദ്ധത്തിനാണ് ഇന്ന് ഓസ്ട്രേലിയയിലെ പെർത്തിൽ തുടക്കമാകുന്നത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡറിൽ ഗാവസ്കർ ട്രോഫിക്ക് 5 ടെസ്റ്റുകളാണ് ഈ പരമ്പരയിലുള്ളത്. 3 പതിറ്റാണ്ടിനു ശേഷമാണ് ഇന്ത്യ ഓസ്ട്രേലിയ മണ്ണിൽ 5 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് എത്തുന്നത്. ആദ്യ ടെസ്റ്റിൽ സ്ഥിരം നായകൻ രോഹിത് ശർമ്മയല്ല ഇന്ത്യയെ നയിക്കുന്നത്, ജസ്പ്രീത് ബുംറയാണ്. തൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് പിറന്നതിനാലാണ് രോഹിത് ആദ്യത്തെ ടെസ്റ്റിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. പാറ്റ് കമ്മിൻസിന് കീഴിലാണ് പെർത്തിലെ ന്യൂ ഓപ്പറേറ്റർ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ കളിക്കിറങ്ങുന്നത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഫുട്ബോൾ മിശിഹയെ വരവേൽക്കാൻ കേരളം. സർക്കാർ അനുമതിക്ക് വിട്ട ആശുപത്രി വികസന സമിതി. യുക്രൈൻ ചോര പുരണ്ട 1000 നാളുകൾ. മസ്കിന്റെ റോക്കറ്റിൽ ഇന്ത്യൻ GSAT ഭ്രമണപഥത്തിൽ. ശബരിമല പോസ്റ്റ് ഓഫീസിന് 61 വയസ്സ്. വീണ്ടും കുരുക്ക്. ഹാപ്പി ബർത്ത്ഡേ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. കഴിഞ്ഞ ആഴ്ച ആരും തന്നെ ശരി ഉത്തരം അയച്ചിട്ടില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. രാജ്യത്തിൻ്റെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസായാണ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റത്? 51. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചിരുന്നത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ നുറുങ്ങുവട്ടം പരിപാടിയിൽ കേരളത്തിൽ തുളുഫാർ സംസാരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. അവതരണം അനാമിക. കേരളത്തിൽ പാലക്കാടിനടുത്ത് കഴിയുമ്പുഴ എന്ന അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട്. അവിടെ അതിപുരാതനമായി ഇപ്പോഴും തുളുഫാർ സംസാരിക്കുന്ന ഒരു നെയ്ത്ത് ഗ്രാമം ഉള്ളതായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ആ നെയ്ത്ത് ഗ്രാമത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. സാമൂതിരി രാജാവ് വള്ളുവനാടിന്റെ ഭാഗമായി കുറേയധികം പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും കഴിയുമ്പുഴ ആസ്ഥാനമാക്കി ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ ചേർന്ന് കോവിലകം പണി കഴിപ്പിച്ച് ഒരാൾ പണ്ട് കൈയലാക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെയും കോവിലകത്തിൻ്റെയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും പല തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അങ്ങനെ ദേശത്തിൻ്റെ നെയ്ത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിലെ മംഗലാപുരം ഭാഗത്തു നിന്നും ഇവിടെ കൊണ്ടുവന്നവരുടെ പിന്മുറകളാണ് ഇന്നും ഇവിടെ ഈ നെയ്ത്ത് ഗ്രാമത്തിൽ ജീവിക്കുന്നത്. താമസിക്കാനായി ഒരു ഗ്രാമവും ആദരിക്കാനായി അവരുടെ പരദേവതയായ ശ്രീ സൗഡേശ്വരിയുടെ പേരിൽ ഒരു ക്ഷേത്രവും ഏറാൾപ്പാട് അവർക്ക് പണി കഴിപ്പിച്ചു നൽകി. കേൾക്കാനിമ്പമുള്ള തുളു ഭാഷയും സംസാരിച്ച് കുഴത്തൊഴിലായി നെയ്ത്തുമായി പരമ്പരാഗതമായ രീതിയിൽ അവർ ഇന്നും ഈ ഗ്രാമത്തിൽ സന്തുഷ്ടരായി ജീവിച്ചു പോരുന്നു. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ശിവഗിരി HS റേഡിയോ.